ഞാനിന്ന് MK രാഘവന്റെ പ്രതികരണത്തിലേക്ക് പോകുന്നു. ഒരു ചരിത്ര വിജയമായിരിക്കും UDF ഉണ്ടാവുക. അത് എനിക്ക് തോന്നുന്നത് UDF സംബന്ധിച്ചിടത്തോളം മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ MLA-മാരുണ്ടാകുന്ന മലപ്പുറം കഴിഞ്ഞാൽ ഒരു ജില്ലയായി കോഴിക്കോട് മാറാൻ വേണ്ടി പോകും. അതിൻ്റെ ഒരു മുന്നോടിയാണ് ഇത്തവണത്തെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ. ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ലഭിച്ചത് UDF-നാണ്. അതുപോലെ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് കിട്ടിയത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് കോഴിക്കോട് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. PS രഞ്ജിത്തുണ്ട് വിശകലനമായി. രഞ്ജിത്ത്, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലം തൊടാത്ത കോൺഗ്രസ് ഇത്തവണ വലിയ പ്രതീക്ഷയിലാണോ? അങ്ങനെയെങ്കിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്? MK രാഘവന്റെ പ്രതികരണം ഇപ്പോൾ കണ്ടല്ലോ. സ്മൃതി, തീർച്ചയായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളിയും വടകരയും ഒഴിച്ച് മറ്റൊരു മണ്ഡലവും UDF-ന് കോഴിക്കോട്ട് ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കും എന്നാണ് UDF നേതാക്കന്മാർ അവകാശവാദം ഉന്നയിക്കുന്നത്. അല്പം മുമ്പ് MK രാഘവൻ MP ഉൾപ്പെടെ 13-ൽ 13 എന്ന് പറയുമ്പോഴും 9 വരെ സീറ്റുകൾ, 7 മുതൽ 9 വരെ സീറ്റുകൾ UDF നേടും എന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. അതിൽ LDF-ന്റെ കോട്ടകളായിട്ടുള്ള ബാലുശ്ശേരി പോലുള്ള സീറ്റുകൾ, നാദാപുരം പോലുള്ള സീറ്റുകൾ പിടിച്ചെടുക്കും, കുന്നമംഗലം പോലുള്ള സീറ്റുകൾ പിടിച്ചെടുക്കും എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ LDF-ന്റെ കണക്കെടുപ്പിൽ പോലും ഭൂരിപക്ഷം വലിയ തോതിൽ കുറയുമെന്ന് അവരുടെ കോട്ടകളിൽ, എലത്തൂർ പോലുള്ള കോട്ടകളിൽ, ബാലുശ്ശേരി പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ LDF പോലും അവരുടെ ഭൂരിപക്ഷം കുറയുമെന്ന് പറയുമ്പോൾ ആ മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയം ഉണ്ടാക്കും എന്നൊരു കണക്കാണ് UDF പറയുന്നത്. അതിൽ കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, ബാലുശ്ശേരി, കുന്നമംഗലം, തിരുവമ്പാടി പോലുള്ള നിലവിൽ LDF-ന്റെ കൈവശമുള്ള മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുമെന്നും വടകര, കൊടുവള്ളി പോലുള്ള മണ്ഡലങ്ങൾ നിലനിർത്തുമെന്നും നേരത്തെ പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന കോഴിക്കോട് സൗത്ത് പോലുള്ള മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുമെന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് നടന്നൊരു മണ്ഡലം, അല്ലെങ്കിൽ ഒരു സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലം. ആ മണ്ഡലത്തിൽ LDF ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും PV അൻവർ വലിയ അട്ടിമറി ഉണ്ടാക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അവകാശവാദമായി മുന്നോട്ട് വരുന്നുണ്ട്. പേരാമ്പ്ര LDF-ന്റെ കോട്ടയായിട്ടുള്ള മണ്ഡലമാണ്. അവിടെ ഫാത്തിമ തെഹലിയക്കെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ LDF-ന്റെ ഭാഗത്ത് ഉന്നയിക്കപ്പെട്ട മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പോലും LDF അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. കൊയിലാണ്ടി മണ്ഡലത്തിൽ അവർ ജയിച്ചു കയറും എന്ന് ഇന്നലെ സെക്രട്ടേറിയറ്റിൽ അവർ വിലയിരുത്തുമ്പോഴും ആ മണ്ഡലത്തിൽ കൊയിലാണ്ടിയിലും വലിയൊരു ലീഡ് LDF മുന്നോട്ട് വെക്കുന്നില്ല. അപ്പോൾ ആ തരത്തിൽ ചരിത്രത്തിലില്ലാത്ത വിധം UDF ഒരു മുന്നേറ്റം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാക്കുമെന്നും 8-9 സീറ്റുകളിൽ UDF ജയിച്ചു കയറും എന്നാണ് UDF-ന്റെ ആത്മവിശ്വാസമായി പ്രകടിപ്പിക്കപ്പെടുന്നത്. PS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.